ഇപ്പോഴത്തെ ബിഗ് ബോസിലെ പവർ ടീം ഒരു ഒന്നൊന്നര പവർ ടീമാണ്, പറയാതിരിക്കാൻ വയ്യ. ശരണ്യയും ശ്രീരേഖയും നമ്മുടെ മുടിയൻ ഋഷിയും നമ്മുടെ ഗബ്രിയും അടങ്ങുന്ന ഈ കാറ്റ് വീണ വാഴകളെന്ന് കേട്ടിട്ടില്ലേ, ആ 4 വാഴകളെന്ന് പറയേണ്ടി വരും. അവർ ബിഗ് ബോസ് ഈ പ്രാവശ്യം അവർക്ക് ജയിലിൽ പോകാൻ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പം ജിൻഡോയുടെ പേരാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. ബിഗ് ബോസ് പറഞ്ഞ മാനദണ്ഡം എന്തോ ആണ് കേൾക്കണോ? ഗെയിമിൽ സജീവമല്ലാത്ത, ഈ യാതൊരുവിധ കണ്ടൻറ്റ് ഇവിടെ ചെയ്യാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇവിടെ ഇല്ല എന്ന്, ഇവിടെ വേണ്ട എന്ന് താല്പര്യമുള്ള ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. ഇവർ നേരെ വരും കൂടി ആലോചിച്ചു. ഇത് ഗബ്രിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഗബ്രി ജിൻഡോയുടെ പേര് പറയാനുള്ള ഒരു കാരണം ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തു. ഗബ്രിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ശരണ്യയുടെ തലമുടിയെ കുത്തിപ്പിടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള 3-4 കുറ്റങ്ങൾ ജിൻഡോയുടെ മേല് ചുമത്തി ജിൻഡോയെ ജയിലിലേക്ക് വിടാൻ തീരുമാനിച്ചു. അപ്പം ഇതിന് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ കണ്ടു തീരുമാനിക്കുക, അല്ലാതെ ഇപ്പോൾ എന്താ പറയുക. നേരത്തെ തന്നെ പലരും കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ജിൻഡോയെ ഈ പ്രാവശ്യം ജയിലിലേക്ക് വീടും എന്ന്. പക്ഷേ ഇത്തരം മന്ദബുദ്ധികളാണ് ഇവരെന്നുള്ളത് എനിക്കറിയാൻ വയ്യായിരുന്നു. ഇത് മലയാളികളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം കഴിഞ്ഞ ആഴ്ച യാതൊരുവിധ ആക്റ്റീവും ആകാത്ത, ഗെയിമിലൊന്നും പങ്കെടുക്കാത്ത ഒരു വ്യക്തി ജിൻഡോയാണെന്ന് ഇവർ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ. ജിൻഡോയുടെ ഈ ജനപ്രീതി ഇവരും മുഖേന ഇനിയും കൂടത്തേ ഉള്ളൂ. അത് തന്നെ സന്തോഷം.